അപ്പോൾ നമ്മൾ കടയൊക്കെ തുറന്നു കേട്ടോ. അപ്പം കടയെല്ലാം സാധനങ്ങളൊക്കെ എടുത്തു, ഐസ്ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മെയ് 2-ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമും, അതായത് കൂൾ ഡ്രിങ്ക്സും, ഈ പെപ്പർ ബോട്ടും ബിസ്ക്കറ്റും അങ്ങനത്തെ എല്ലാം ഉണ്ട്. നെസ്കഫേയുടെ പല പല ഷേക്ക്, മിൽക്ക് ഷേക്കുകളുണ്ട്, അതുണ്ട്. പിന്നെ ബിസ്ക്കറ്റുകൾ, ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും പോകുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉച്ചക്കത്തേക്ക്. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ച് വെച്ചു. പിന്നെ കുറേ ചോക്ലേറ്റുകൾ, കിറ്റ്കാറ്റ്, മിൽക്കി ബാർ, കൂടുതലും മിൽക്കി ബാറും ഡയറി മിൽക്കും മഞ്ചു മാക്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ ചെറിയ ചെറിയ ചോക്ലേറ്റ് ഇല്ലേ, മെലഡി, പിന്നെ മാംഗോ ബേറ്റ്, ഓറഞ്ച് ബേറ്റ്, ഇതൊക്കെ എല്ലാ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മോഗു എന്ന് പറഞ്ഞ ഈ പിന്നെ ജ്യൂസ്, ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ നല്ല ഡ്രിങ്ക്സാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം മിക്സറുകളും മറ്റേ ചോക്കോസില്ലേ, അതൊക്കെ ഇവിടെ നല്ലോണം പോകുന്നത്. പിന്നെ ഇത് തന്നെ മുഖമൊക്കെ നമ്മളൊരു ഫ്രീസറിൽ തണുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഭയങ്കര ചൂടല്ലേ. പിന്നെ ഓഷ്യൻ വാട്ടർ ഉണ്ട് കേട്ടോ, പല ഫ്ലേവറിൻ്റെ, മാംഗോയും സ്ട്രോബെറി, പിന്നെ പൈനാപ്പിൾ, അങ്ങനെയൊക്കെ. അത് പിന്നെ ബ്രീസ്ലി നല്ലോണം പോകും കേട്ടോ. ഇതും പല പല ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറാണ്. പിന്നെ ഗ്രീൻ ആപ്പിൾ, സ്ട്രോബെറി, പൈനാപ്പിൾ, പിന്നെ എന്താ ബ്ലൂബെറി, മാംഗോ, ലിച്ചി, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജ്യൂസിൻ്റെ ഗ്ലാസ്, വലിയ ഗ്ലാസ്സാണ്. പിന്നെ കപ്പുമാങ്ങ ഉണ്ട് കേട്ടോ. കപ്പുമാങ്ങ, എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇപ്പോഴാണ് സ്റ്റോക്ക് എടുത്തത്. അതായത് ഇപ്പോൾ തുറന്നല്ലോ, അതുകൊണ്ട് കേട്ടോ. കടയിലേക്ക് കുഞ്ഞു കടയാണെങ്കിലും നമ്മുടെ വലിയൊരു കട പോലെയാണ് നമുക്ക് കേട്ടോ. പിന്നെ ടോപ്പിക്കാനോട് പല ജ്യൂസുകളുണ്ട്. പിന്നെ ഇതില്ലേ പെപ്പർ ബോട്ട്, അതിൻ്റെ ലിച്ചിയും മാംഗോ, പിന്നെ ഗ്രീൻ ആപ്പിൾ, അങ്ങനെ. പിന്നെ മൈലോ, നെസ്കഫേ, അങ്ങനത്തെ ഓരോ ബ്രാൻഡ് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മുടെ ഇതില്ലേ ബ്രീസ്ലിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കുറേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ തണുക്കാൻ വേണ്ടി. നമുക്കിവിടെ കോളയുടെ ഫ്രിഡ്ജ് നമ്മൾ എടുത്തിട്ടില്ല, കോക്കിൻ്റെയും പെപ്സിൻ്റെയും ഒന്നും. അപ്പോൾ നമ്മുടെ സാധാ ഫ്രിഡ്ജ് 2 ഉണ്ട്, അപ്പോൾ അതിൽ വെച്ചാൽ മതിയല്ലോ തണുക്കാൻ വേണ്ടി.